പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം തന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദക്ക് ഭയങ്കര സങ്കടമായിരിക്കും. വേദ വിക്രമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരിക്കൽ പോലും വിക്രമിനെതിരായിട്ട് ഒരു കാര്യം പോലും വേദ ചെയ്തിട്ടില്ല. വിക്രത്തിനും വീട്ടുകാർക്കും നന്മ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് മാത്രമേ വേദ ഇത്ര കാലം പ്രവർത്തിച്ചിട്ടുള്ളൂ. എന്നിട്ട് പോലും വിക്രത്തിന്റെ ആ ഒരു വാക്ക് കേട്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ലട്ടോ വേദക്ക്. ഇത്ര കാലം വേദ വിക്രമിനെ സ്നേഹിച്ചിട്ട് പോലും ഒരു തരി പോലും വിക്രം തന്നെ മനസ്സിലാക്കാൻ പോലും ശ്രമിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും വേദക്ക് ഭയങ്കര വിഷമം. ഏതായാലും വേദ തിരിച്ച് വിക്രമിന്റെ റൂമിലേക്ക് പോയിട്ട് വിക്രമിനോട് ഒത്തിരിയധികം വഴക്കുണ്ടാക്കുന്നുണ്ട്. വേദ വിക്രമിനോട് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വിഷകന്യകയായിട്ട് വന്നതൊന്നുമല്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകമൊന്നും നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ സ്ഥലത്ത് പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ വിക്രമിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വിക്രമിന്റെ മനസ്സിൽ ആ ഒരു നാരായണ സ്വാമി പറഞ്ഞത് അച്ചിട്ടതുപോലെ ഇങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് മാറ്റാനൊന്നും വിക്രം ഉദ്ദേശിക്കുന്നില്ല. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഏതായാലും വേദ ഒന്നും അറിയാത്തതുപോലെ വിക്രമിനോട് പോയി പറയുന്നുണ്ട്, അതെ നമുക്കൊരു സിനിമ കാണാൻ പോവാം, തുടരും സിനിമ കാണാൻ പോവാം എന്നൊക്കെ പറഞ്ഞ സിനിമയ്ക്ക് വിളി. നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോയ സിനിമ തുടരും എന്ന സിനിമയാണല്ലോ എന്നൊക്കെ നമുക്ക് പറയാലോ എന്ന് പറയുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരും. വിക്രം പറയുന്നുണ്ട്, ഇനി നീ എങ്ങാനും ഇത് തുടർന്നാൽ നിന്റെ കവിള് ഞാൻ അങ്ങ് അടിച്ചു പൊട്ടി. അങ്ങനെ വിക്രം ദേഷ്യപ്പെട്ടിട്ട് വേദയെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യോങ്ങുന്നൊക്കെയുണ്ട്. വേദ വിക്രമിനെ കളിയാക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, വിക്രം നിങ്ങളുടെ ഈ ഒരു കട്ട ശരീരം അതുപോലെ തന്നെ ഈ ഒരു ഗാംഭീര്യം എല്ലാം കാണുന്ന സമയത്തിന് എന്റെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു പ്രണയം ഇങ്ങനെ ഒലിച്ചു വരികയാണ് എന്നൊക്കെ പറയും. എനിക്ക് നിങ്ങളോടുള്ള പ്രണയം ഇങ്ങനെ മുളച്ചു വരികയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ വിക്രമിനെ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്ന ആ ഒരു കുട്ടി രമ്യ അങ്ങോട്ടേക്ക് വരുന്നത്. രമ്യ വന്നിട്ട് വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെയായിരിക്കും വിക്രമിനോടും വേദയോടും സംസാരിക്കുന്നത്. എന്നാൽ വിക്രമിനെ ഒരു പെണ്ണ് കേസിൽ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിനായകനും അതുപോലെ ശ്രീകാന്തിന്റെ അമ്മായച്ചനെ രമ്യനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന കാര്യം വിക്രമിനും വേദക്കും മാത്രം അറിയുന്നില്ല. രമ്യ ആണെങ്കിൽ എങ്ങനെയെങ്കിലും വിക്രത്തിനെ വീഴ്ത്താൻ വേണ്ടി ചോറ്റുപാത്രത്തിൽ എന്തൊക്കെയോ ഭക്ഷണമാക്കിയിട്ടായിരിക്കും അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എങ്ങനെയെങ്കിലും വിക്രത്തിനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തണം. എന്നാൽ രമ്യ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം വളരെയധികം സൗഹാർദ്ദ രീതിയിൽ തന്നെയായിരിക്കും സംസാരിക്കുന്നത്. അന്നേരം വേദയും നല്ല രീതിയിൽ തന്നെയായിരിക്കും രമ്യയോട് ഇടപഴകുന്നത്. വേദ പറയുന്നുണ്ട്, അതെ ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണ്, വിഷകന്യക 2.2 എന്നാണ് അതിന്റെ പേര് എന്നൊക്കെ പറയും. ഫസ്റ്റത്തെ റീലിൽ തന്നെ ഞങ്ങൾ പേരിടാൻ പോകുന്നത് ഇടിവെട്ടി കൂനുവെട്ടി എന്നൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വിക്രമിനെ കളിയാക്കിക്കൊണ്ട് തന്നെയായിരിക്കട്ടെ സംസാരിക്കുന്നത്. എന്നാൽ വേദയുടെ തമാശകളെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ രമ്യ വീണ്ടും വീണ്ടും അവരിലേക്ക് തന്നെ ഇങ്ങനെ അടുക്കാൻ നോക്കുകയാണ്. രമ്യ ഇവരുടെ വീടിന്റെ തൊട്ടടുത്തല്ലേ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് രമ്യ വിക്രമിന്റെ വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട്. ഏതായാലും വിക്രമും ശ്രീജയിന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ രമ്യ അങ്ങോട്ടേക്ക് വന്നിട്ട് വിക്രത്തിനോട് കുറച്ചും കൂടി അടുത്ത് ഇടപഴകുന്നുണ്ട്. എന്നിട്ട് കൈ ഇങ്ങനെ ഷെയ്ക്കാനൊക്കെ കൊടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ വിക്രത്തിന് അത് ഇഷ്ടപ്പെടുന്നില്ല. വിക്രം ഏതായാലും കൈ കൂപ്പിയിട്ട് നമസ്കാരം എന്നൊക്കെ പറയും. അങ്ങനെ വിക്രം ഏതായാലും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്തായിരിക്കും രമ്യയുടെ വീട്ടിൽ നിന്ന് എന്തോ രീതിയിലുള്ള ആക്രമണത്തിന്റെ സൗണ്ട് എല്ലാം കേൾക്കുന്നത്. രമ്യ ആർത്ത് നിലവിളിച്ച് കരയുന്നതും കണ്ടുകൊണ്ട് തന്നെ രമ്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിക്രം വീടിന്റെ അകത്തേക്ക് കയറി വരുന്നത്. വിക്രമിനെ പല രീതിയിലൊക്കെ രമ്യ വീഴ്ത്താൻ നോക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും വിക്രം വീഴുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും രമ്യയുടെ ഈ ഒരു പ്ലാന്. രമ്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിക്രം അകത്തേക്ക് കയറിയ ഉടനെ തന്നെ രമ്യ പുറത്തേക്ക് ചാടിയിട്ട് വാതിലങ്ങടക്കും. ശ്രീകാന്തിന്റെ പ്ലാന് പ്രകാരം രമ്യയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് പോലീസുകാരങ്ങോട്ടേക്ക് എത്തും. പോലീസുകാർ വന്നിട്ട് വിക്രമിനെ ചോദ്യം ചെയ്യുന്ന സമയത്തിന് രമ്യ പെട്ടെന്ന് കാലുമാറിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, വിക്രം എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയായിരിക്കും പറയുന്നത്. എന്നാൽ ഈ ഒരു വിവരം അറിയുന്നതോടുകൂടി തന്നെ വേദ ആകങ്ങ് ഷോക്കാവുന്നുണ്ടെന്ന് മാത്രമല്ല അവിടെ വെച്ച് തന്നെ കമലമ്മ ബോധം കെട്ടി വീഴും. അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് രാധ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രാധക്കും വേദക്കൊന്നും ഒട്ടും തന്നെ വിശ്വാസമല്ലട്ടോ വിക്രം അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. വിക്രത്തിനെ മനഃപൂർവ്വം തന്നെ കുടുക്കിയതാണ് എന്ന കാര്യമൊക്കെ വേദ മനസ്സിലാക്കും. അങ്ങനെ ഈ ഒരു കള്ളക്കേസിൽ പോലീസുകാർ വന്നിട്ട് വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും കണ്ടുകൊണ്ട് തന്നെ കമലമ്മക്കും മാഷിനും ഒക്കെ ഭയങ്കര അങ്ങ് സങ്കടമാണ്. വേദ ഒട്ടും തന്നെ വിശ്വസിക്കുന്നില്ലട്ടോ വിക്രം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന്. പക്ഷേ സുധാകരൻ മാഷ് ഏതായാലും വിക്രമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും സംസാരിക്കുന്നത്. മാഷ് പറയുന്നുണ്ട്, സുധാകരൻ മാഷ് ഏതായാലും സ്ത്രീ പീഡന കേസിൽപ്പെട്ട ഒരു മകന്റെ അച്ഛനാണ് എന്ന രീതിയിലായിരിക്കും ഇനി എല്ലാവരും അറിയപ്പെടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് മാഷ് ഇങ്ങനെ കളിയാക്കി ചിരിക്കും. മാഷിന്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് കമലമ്മക്ക് അത് ഒട്ടും സഹിക്കാനേ കഴിയുന്നില്ല. എന്റെ മകൻ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല, അവരെന്തോ കള്ളക്കേസിൽ പെട്ടിട്ട് എന്റെ മകനെ ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നെഞ്ചത്തടിച്ച് കരയായിരിക്കട്ടെ കമലമ്മ. ഏതായാലും ഇനി ഇതും കൂടി അനുഭവിക്കാൻ തന്നെയായിരിക്കും എന്റെ യോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സുധാകരൻ മാഷ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. ഏതായാലും വിക്രം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന കാര്യം വേദക്ക് 100 അല്ല 101% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും ശ്രീകാന്തേട്ടന്റെ പ്ലാനാണെന്നുള്ള കാര്യം വേദക്ക് മനസ്സിലാവും. അന്ന് വിക്രമിനെ കൊല്ലാൻ നോക്കിയതല്ലേ, അതുകൊണ്ട് ഇനി വിക്രമിനെ ഇങ്ങനൊരു ചതിയിൽപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും വേദയെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കണമെന്ന് തന്നെയായിരിക്കും ശ്രീകാന്തേട്ടന്റെ പ്ലാൻ. ഇതിന് പിന്നിൽ കളിച്ചത് ശ്രീകാന്ത് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേദ ഏതായാലും അച്ഛനെയും ശ്രീകാന്തിനെയും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. വേദക്ക് ഒരേ ഒരു കാര്യം മാത്രമേ അറിയേണ്ടതുള്ളൂ, ഇതിന്റെ പിന്നിൽ ശ്രീകാന്ത് ഉണ്ട് എന്ന കാര്യം അറിയാം. പക്ഷെ അതിന് അച്ഛനും കൂട്ടുനിന്നോ എന്നാട്ടോ വേദക്ക് അറിയേണ്ടത്. വേദ പറയുന്നത് ഇതിന്റെ പുറകിൽ ശ്രീകാന്തേട്ടനാണ് എന്ന കാര്യം എനിക്ക് മനസ്സിലായി, പക്ഷെ എന്റെ അച്ഛൻ എങ്ങാനും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത് എന്ന് പറയും.
എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് ശ്രീകാന്തിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ടെന്ന് മാത്രമല്ല, താൻ ചെയ്ത ആ ഒരു തെറ്റ് ഒട്ടും തന്നെ ശ്രീകാന്ത് അംഗീകരിക്കുന്നില്ല കേട്ടോ അച്ഛന്റെ മുന്നിൽ വെച്ച്. എന്നിട്ട് വേദയോട് അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് വേദയെ തല്ലാൻ വേണ്ടിയിട്ടൊക്കെ കയ്യോങ്ങും. അന്നേരം വേദ പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം വിക്രമിനെ കൊല്ലാൻ നോക്കിയതല്ലേ, അതുകൊണ്ട് ആ പ്ലാന് വർക്കൗട്ട് ആവില്ല എന്നതൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെയായിരിക്കും ഇങ്ങനെ ഒരു പ്ലാൻ ഒരുക്കിക്കൊണ്ട് തന്നെ വിക്രമിനെ അകത്തിടാൻ ശ്രമിച്ചത് എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ടെന്ന് വിളിച്ചു പറയാണ് വേദ. നിങ്ങൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, യാതൊരു തെറ്റും ചെയ്യാത്ത എന്റെ വിക്രമിനെ ഞാൻ ഈ കേസിൽ നിന്ന് പുറത്തിറക്കുമെന്നിങ്ങനെ ശ്രീകാന്തിനെ വെല്ലുവിളിക്കാട്ടോ വേദ. ഏതായാലും ഈ ഒരു കാര്യത്തിൽ വിക്രമിന് വേണ്ടിയിട്ട് പോരാടാൻ തീരുമാനിക്കാട്ടോ വേദ. കാരണം ഈ ഒരു കാര്യത്തിൽ 100% വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വേദക്ക് നന്നായിട്ടറിയാം. ഏതായാലും വേദ നേരിട്ട് ശ്രീകാന്തിനെയും അച്ഛനെയും കാണാൻ പോയത് അച്ഛൻ ഏതായാലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യം അറിയണം. ശ്രീകാന്ത് ഇങ്ങനൊരു ചതി വിക്രത്തിനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ ഏതായാലും തന്റെ വിക്രത്തിനെ രക്ഷിക്കുമെന്ന് വെല്ലുവിളിക്കാൻ കൂടി തന്നെയായിരിക്കും വേദ പോയേക്കുന്നത്. എന്നാൽ വിക്രത്തിന്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ചേർന്നിട്ട് വിക്രത്തിനെ തന്നെ ആയിരിക്കട്ടോ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. സ്ത്രീപീഡന കേസിൽ അകപ്പെട്ടത് കൊണ്ട് തന്നെ വിക്രമിനെ പോലീസുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിനു ശേഷം വളരെ ക്രൂരമായ രീതിയിൽ തന്നെ ആയിരിക്കട്ടോ മർദ്ദിക്കുന്നത്. സാബു എസ്ഐനാണെങ്കിൽ വിക്രമിന്റെ പേരിൽ കുറെ അധികം പ്രതികാരം തീർക്കാനുണ്ടല്ലോ. ഏതായാലും കിട്ടിയ അവസരം നന്നായിട്ട് തന്നെ മുതലാക്കുന്നുണ്ട് കേട്ടോ എസ്ഐ. ഏതായാലും യാതൊരു തെറ്റും ചെയ്യാത്ത തന്റെ വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേദ വീണ്ടും ആ ഒരു വക്കീൽ കോട്ടാണ് എന്ന് ശ്രീകാന്താണ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് എന്ന കാര്യം വേദക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തെളിവെല്ലാം നിരത്തിയതിനു ശേഷം വിക്രമിനെ അതിവിദഗ്ധമായിട്ട് തന്നെ കോടതിയിൽ നിന്ന് വാദിച്ചുകൊണ്ട് തന്നെ പുറത്തിറക്കുന്നുണ്ട് കേട്ടോ വേദ. സത്യം പറഞ്ഞ വേദ ആ ഒരു വക്കീൽ വേഷത്തിൽ കാണുന്ന സമയത്തിന് ജസ്റ്റിസ് ശങ്കരനാരായൺ ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്. അതിലേറെ സന്തോഷമായിരിക്കും വിക്രമിനെ. യാതൊരു തെറ്റും ചെയ്യാത്ത വിക്രമിനെ അവിടെ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്നതും കണ്ടുകൊണ്ട് തന്നെ കമലമ്മക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ ഇത്ര വലിയൊരു തെറ്റ് ചെയ്ത ശ്രീകാന്തിനെ ഒരിക്കലും വെറുതെ വിടാനൊന്നും വേദ ഉദ്ദേശിച്ചിട്ടില്ല. വിക്രമനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശ്രീകാന്തിനിട്ട് നല്ല മുട്ടം പണി തന്നെ വേദ കൊടുക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഉണ്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.